വ്യക്തമാക്കാത്ത ഈ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹൈക്കോടതി നിലപാട് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ആന എഴുന്നള്ളത്ത് ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വീണ്ടും വ്യക്തമാക്കുന്നത്. ആനകളുടെ എണ്ണം പ്രായോഗികമായി തീരുമാനിക്കേണ്ടതാണ്. ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും കോടതി പറയുന്നു. ആനകളെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നില്ലല്ലോ എന്നും കോടതി ചോദിക്കുകയാണ്. ബിനിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ നിന്ന് എസ് രാഗിനും ചേരുന്നുണ്ട്. ആദ്യം ബിനിൽ, ഇന്ന് രാവിലെ നമ്മൾ വി എസ് സുനിൽകുമാറിന്റെയും കെ രാജിന്റെയും ഒക്കെ പ്രതികരണങ്ങൾ കണ്ടതേ ഉള്ളൂ. പ്രത്യേക ഒരു ചട്ടം സർക്കാർ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ കർശന നിലപാടെടുക്കുമ്പോൾ എന്ത് ചെയ്യും? എന്താണ് കോടതി പറയുന്നത്? ഒരു സാധ്യതയുമില്ലേ? പൂരമൊക്കെ ഇങ്ങ് വരാറായി. ദിവിഷ, ഹൈക്കോടതി ഇപ്പോൾ ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗരേഖയിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും അനുവദിക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവമാണ് നാളെ തുടങ്ങാൻ പോകുന്നത്. എല്ലാ ദിവസവും 15 ആനപ്പുറത്ത് എഴുന്നള്ളത്താണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഉത്സവ ഭാരവാഹികൾ ഹൈക്കോടതിയിലെത്തിയ ആ കേസ് ഇപ്പോഴും ഹൈക്കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിലുള്ള പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ആ എഴുന്നള്ളത്ത് നടക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് 23 മീറ്റർ വീതിയാണുള്ളത്. അവിടെ 15 ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തുന്നതിനുള്ള സൗകര്യം നിലവിലില്ല. അതായത് ഈ ഹൈക്കോടതിയുടെ മാർഗരേഖ പ്രകാരമാണെങ്കിൽ അത്രയും ആനകളെ അവിടെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഇളവ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി ആ ഇളവ് നൽകാൻ തയ്യാറാകുന്നില്ല. കോടതി പറയുന്നത് ഈ മാജിക് എന്താണ്, ഈ ആനകളുടെ എണ്ണം ഈ 15 എന്ന് പറയുന്നത് കൊണ്ടുള്ള മാജിക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അനിവാര്യമായ മതാചാരങ്ങളിലാണ് ആ ഇളവുകൾ നൽകാൻ കഴിയുക. പക്ഷേ ആന എഴുന്നള്ളത്ത് അങ്ങനെ ഒരു അനിവാര്യമായ മതാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആനകളെ പാടില്ല എന്ന് പറയുന്നില്ല. ഇവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇതിൽ ഒരു കൃത്യമായ മാർഗരേഖ പുറപ്പെടുവിച്ചിരിക്കുന്നു. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്ന് നിഷ്കർഷിക്കുന്നു. അതിൽ വെള്ളം ചേർക്കാനോ ഇളവ് നൽകാനോ കഴിയില്ല എന്നതാണ് കോടതിയുടെ നിലപാട്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ കടുംപിടുത്തം തുടർന്നാൽ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ എങ്ങനെ 15 ആനകളെ മുൻകാലങ്ങളിൽ എഴുന്നള്ളിച്ചതുപോലെ എഴുന്നള്ളിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ചോദ്യം. എന്തായാലും ഹൈക്കോടതി ആ കേസിന്റെ അന്തിമമായ തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ കോടതി യാതൊരു തരത്തിലുള്ള ഇളവിനും തയ്യാറാകുന്നില്ല. അവിടെ ലഭ്യമായ സ്ഥലത്ത് എത്ര ആനകളെ നിർത്താൻ കഴിയും അതനുസരിച്ച് നിർത്തി എഴുന്നള്ളത്ത് നടത്തിക്കൊള്ളൂ എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, ബിനിലാണ് കോടതിയുടെ കാര്യങ്ങൾ പറഞ്ഞത്.